ഞങ്ങളുടെ പത്രത്തിലില്ല, കണ്ണൂര് കൊട്ടിയൂരിലാണ് ദക്ഷ മഹായാഗം നടന്നത്. ഈ ദക്ഷൻ എവിടെയാ? ഇന്നത്തെ ഗുജറാത്തിലാണ്. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഇന്നത്തെ ഗുജറാത്താണ്. ആ ഗുജറാത്തിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ വന്ന് എറണാകുളവും കഴിഞ്ഞ്, മലപ്പുറവും കഴിഞ്ഞ്, കോഴിക്കോടും കഴിഞ്ഞ്, കണ്ണൂര് കൊട്ടിയൂര് കണ്ടെത്തിയത്. ഈ രാഷ്ട്രീയമാണ്. ഞങ്ങൾ അയോധ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ രാമന്റെ പുതിയ രാംലല്ല എന്ന് പറയുന്ന സങ്കല്പത്തേക്കാണ്. ലല്ല അരുമ, ബാലഭാവത്തിൽ രാമനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഇപ്പൊ അയോധ്യയിലെ രാംലല്ല. പക്ഷേ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് അയോധ്യയിലല്ല കേട്ടോ, കേരളത്തിൽ. രാമൻ ജനിച്ചത് 2500 കിലോമീറ്റർ അപ്പുറത്തുള്ള അയോധ്യയിലാണ്. അതായത് കോസല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യ. പക്ഷേ നിങ്ങൾ UP മൊത്തം സഞ്ചരിച്ചാലും അവിടുത്തെ കർക്കിടകത്തിൽ രാമായണ മാസം എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഇല്ല. ഒരു മാസക്കാലം മൊത്തം ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമനെ കുറിച്ച് പാടുന്ന മാസമാണ് കർക്കിടകം. അപ്പൊ ചിങ്ങത്തിൽ വായിച്ചൂടെ? ചിങ്ങത്തിലും കന്നിയിലൊക്കെ വായിക്കാം. നമ്മൾ ഹിന്ദുക്കൾ ഇത് പൂജാമുറിയിൽ വെച്ച് വായിക്കാതെ ആയപ്പോ നമ്മുടെ ആചാര്യന്മാർ 1982 ഈ എറണാകുളത്ത് വിശാല ഹിന്ദു സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, കർക്കിടകം കള്ളക്കർക്കിടകമല്ല, പഞ്ഞക്കർക്കിടകമല്ല, രാമായണ മാസമാണ്. അതുകൊണ്ട് കർക്കിടകത്തിൽ രാമായണം വായിക്കണം. നമ്മൾ ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ചു കർക്കിടകത്തിലേ രാമായണം വായിക്കാവൂ. നമ്മളോട് പറഞ്ഞത് പ്ലീസ് കർക്കിടകത്തിലെങ്കിലും മഴയല്ലേ, പുറത്തൊന്നും പോകണ്ടല്ലോ, ഇതൊന്ന് വായിക്കും. നമ്മൾ ഉൾട്ടായിട്ടുണ്ട്. എന്നിട്ട് ഇത് കർക്കിടകത്തിലേ വായിക്കണം. അതങ്ങനെയല്ല കേട്ടോ. ഇത് ജനുവരി മുതൽ ഡിസംബർ വരെ, ചിങ്ങം മുതൽ കർക്കിടകം വരെ വായിക്കണം. പക്ഷെ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നു അല്ലേ? അങ്ങനെ ആചരിക്കുന്നു. നമ്മൾ മധുരാപുരിയിൽ ചെന്നിട്ട് ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിലൊക്കെ പോയി ഭഗവാന്റെ ക്ഷേത്രത്തിലൊക്കെ പോയി. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഒരു ദിവസം 10,000 ശോഭായാത്ര നടക്കുന്ന ഭൂമിയിൽ കേരളത്തിലാണ്. ഒരു ദിവസം 10,200 ശോഭയാത്ര കഴിഞ്ഞ വർഷം നടന്നു. എന്റെ നാട്ടിലും നിങ്ങളുടെ നാട്ടിലും ഉണ്ടല്ലേ ശ്രീകൃഷ്ണ ശോഭയാത്ര? ഇവിടെ ഇല്ലേ? ഉണ്ട്. അമ്പാടിക്കണ്ണന്മാർ അന്നൊരു ഹെലികോപ്റ്റർ എടുത്തിട്ട് നമ്മൾ കാസർഗോഡ് തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം കണ്ണന്മാരെ കാണും. കണ്ണന്മാരെ മാത്രം. കേരളം ഒരു അമ്പാടിയാണ്. പക്ഷേ ഭഗവാൻ ജനിച്ചത് എറണാകുളം ജില്ലയില അല്ല. ഭഗവാൻ ജനിച്ചത് മധുരാപുരി. ഇവിടുന്ന് 2 ദിവസം ട്രെയിൻ വരികയാണ്. 2500 കിലോമീറ്റർ നീളത്തിൽ ഉത്തർപ്രദേശിൽ മധുരാപുരിയിലാണ് ജനിച്ചത്. രാഷ്ട്രീയമാണ്. പാർവതീദേവി സതിയായിരുന്നു അതിലെ. ദക്ഷ പ്രജാപതിയുടെ മകൾ ഭഗവാനെ കണ്ട് പ്രണയിച്ചു, സ്നേഹിച്ചു, ദക്ഷപ്രജ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ ഒറ്റ കണ്ടീഷൻ, എനിക്ക് ഇവന് ഇഷ്ടമല്ല. ആരെ? ശിവൻ. കാരണം ദക്ഷപ്രജാപതി എന്ന് പറഞ്ഞാൽ 10,000 അമ്പാനി ആകുന്നില്ല. ഇയാൾക്കാണെങ്കിൽ ലൈഫിലെ വീട് കൊടുക്കില്ല. ആർക്ക്? ശിവന് വീടില്ല, നല്ലൊരു പാന്റില്ല, ഷർട്ടില്ല, അങ്ങനെ ഒന്നുമില്ല ഭഗവാൻ. കൊണ്ട് ദരിദ്രവാസി കല്യാണം കഴിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞ് ഒരുപാട് തർക്കം നടന്നു. മോള് പറഞ്ഞു അച്ഛനെ അമ്മയെ പറ്റിച്ചിട്ട് പോകില്ല. പക്ഷെ കല്യാണം കഴിച്ചു. മകള് പ്രായം കൂടി വരുന്നു, കല്യാണ പ്രായമായിട്ട് മകള് കല്യാണം കഴിഞ്ഞാൽ അവസാന അച്ഛനന്മാർ എന്ത് ചെയ്യും? കോംപ്രമൈസ് തയ്യാറാവും. അങ്ങനെ കഴിച്ചു കൊടുത്താ. പക്ഷെ കണ്ടീഷൻ ഒരിക്കലും ഞാൻ കണ്ടുപോയി തിരിച്ചിങ്ങോട്ട് വരണം. പക്ഷേ ദക്ഷമഹായാഗം നടക്കുന്ന വിവരം അറിഞ്ഞപ്പോ ശിവൻ പറഞ്ഞിട്ടും അത് പോയി സതി ചെന്നു. സതി അവഹേളിക്കപ്പെട്ടു. അപമാനിക്കപ്പെട്ട സതീദേവി അവിടെ അഗ്നികുണ്ടത്തിൽ ചാടി ജീവാഹുതി ചെയ്തു. വീരഭദ്രരൂപത്തിൽ വന്ന ഭഗവാൻ ദക്ഷപ്രജാപതി അവിടെ ഇട്ട് നിദ്രയിച്ചു. കത്തിക്കരിഞ്ഞ ദേവിയുടെ മൃതശരീരം കയ്യിലേക്ക് വാരിയെടുത്ത് ഭഗവാൻ അലറിയപ്പോൾ ലോകം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. ഭഗവാന്റെ കോപം ശമിക്കണമെങ്കിൽ ഈ ശവശരീരത്തെ കയ്യിൽ നിന്ന് ഒഴിവാക്കണം. ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ സുദർശൻ ചക്രം ദേവിയുടെ മൃതശരീരത്തെ 51 തുണ്ടങ്ങളാക്കി കളഞ്ഞു. ഈ 51 ശരീരഭാഗങ്ങൾ ഭാരതത്തിൽ, അഖണ്ഡ ഭാരതത്തിലെ 51 പ്രദേശങ്ങളിൽ ചെന്ന് വീണു. അതാണ് പ്രിയമുള്ളവരെ 51 ദേവീക്ഷേത്രങ്ങൾ, 51 ശക്തിപീഠങ്ങൾ. ആലോചിച്ചു. ഒന്ന് നേപ്പാളിലാണ്, ഒന്ന് അഫ്ഗാനിസ്ഥാനുണ്ട്, താലിബാൻ ഇപ്പൊ ചെന്ന് ശരിയാവില്ല. ഒന്ന് കന്യാകുമാരി. കന്യാകുമാരി പോയിട്ടില്ലേ? ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും മഹാദേവിയുടെ, സതീദേവിയുടെ മൃതശരീരം ചെന്നു പതിച്ചു എന്നും അവിടെ ശക്തിപീഠങ്ങൾ ഉണ്ടായെന്നും വിശ്വസിക്കുമ്പോൾ എന്റെ രാഷ്ട്രമേഘമാണ്. ഒരു ഐതിഹ്യത്തിൽ പോലും എന്റെ രാഷ്ട്രമേഘമാണ്. അതുകൊണ്ടാണ് കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ്. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്കുനീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കേട്ടിട്ടില്ലേ? പഴയ കവിതകളാണ്. ഇപ്പോഴത്തെ കവിതയൊക്കെ വേടന്റെ കവിതകൾ.
അപ്പൊ മലയാളികളുടെ ഏറ്റവും വലിയ കവി വേണം. ഞാൻ പാടുന്നില്ല, പറയുന്നില്ല, മുളയല്ല, നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊട്ട് അടുത്ത വരി ദയവായിട്ട് വീട്ടിൽ പറയുന്നില്ല. ഇവരൊക്കെയാണ് ഇപ്പൊ ആധുനിക കവികൾ. പക്ഷെ ഭാരതം ഒരു രാഷ്ട്രത്തിന്റെ പേര് പുഴക്കി കൊടുത്ത ഒരൊറ്റ നാടേ ഉള്ളൂ, അത് കേരളം. ഭാരതപ്പുഴ ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാഷ്ട്രത്തിന്റെ പേര് പുഴക്കി കൊടുത്ത ഏക നാടായിരുന്നു നമ്മുടെ നാട്. എത്രമാത്രം രാഷ്ട്രത്തോട് പ്രേമവും സ്നേഹവും കടപ്പാടുള്ളവരായിരുന്നു ഇവിടുത്തെ കവികൾ. ഇപ്പോഴുള്ള കവികൾ ഒസാമ ബിൻ ലാദന് വേണ്ടി കവിത രചിച്ച മണ്ണായി. ജി സുധാകരന്റെ ഒരു കവിതയുണ്ട്, ലാദാ ബിൻ ലാദാ വീരുവി ഒബാമയും നോക്കനീ. എന്ത് കവി? ഒരു കവിത. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നപ്പോൾ സച്ചിദാനന്ദൻ കവിത എഴുതി, പോറ്റിയുടെ കോടതിയിൽ പുലയൻ നീതി കിട്ടുമോ. അവിടെ പുലയൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ. ഇന്ത്യൻ കോടതിയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് മലയാള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ. അത് പതിച്ചു പോയിട്ടുണ്ട് നമ്മുടെ മലയാള ഭാഷയും സംസ്കാരമൊക്കെ. പക്ഷെ വയലാർ നമുക്ക് ഒരുപാട് പണി നൽകിയാണ്, ഒത്തിരി പണി നൽകിയാണ്. പക്ഷെ ആ ഭാഷയുടെ സൗന്ദര്യം കൊണ്ട് ആ കവിതയെല്ലാം നമ്മളങ്ങോട്ട് ഒരുപാട് അംഗീകരിച്ചു. ഈ താടകയെ കൊണ്ട് രാമന് ചുംബിപ്പിക്കുന്നുണ്ട്. താടക ഘോരരൂപിണി ഭയങ്കരി വന്മല ചിറകത്ത് വീഴുന്നത് പോലെ രാമബാണമേക്ക് മരിച്ചതാണ് രാമായണത്തിലെ താടക. പക്ഷെ ഈ താടകയെ ദ്രാവിഡ രാജകുമാരിയായി ചിത്രീകരിച്ച് രാമനെ ചുംബിപ്പിക്കുന്നു. ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ, ആട്ടിലൂടെ അനങ്ങാതെ ഒച്ചയുണ്ടാക്കാതെ ഒട്ടുവളകൾ കിലുക്കാതെ ഏകയായി ദാശരഥനരികത്തനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ പടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരയെത്തി കിടന്ന കർക്കുന്തലിൽ ഹിമാംഗങ്ങളിൽ താടകതൻ തളിത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്തന്തർവികാരമുണരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ മുത്തുവിടർന്നുപോയി രാമന്റെ കണ്ണുകൾ. പക്ഷെ മനോഹരമായ വരികൾ. ഹിന്ദുവിനുടെ ഒത്തിരി പണികൾ നൽകിയ ആളാണ് വയലാർ. പക്ഷെ അവസാനം വയലാർ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചു. ഒരു കവിതയിലൂടെയാണ് മാത്രം. വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല എൻ കരവാളു വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയുക, ഇനി മുതൽ എന്റെ ആദർശം എന്താണെന്നരികോ, ആരണ്യാന്തര ഋപുരോദര തപസ്ഥാനങ്ങളിൽ സൈന്ദവോദാര ശ്യാമ മനോഭിരാമ പുലിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമ ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ തേടി ആരണ്യങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണ് എന്റെ ദർശനം. നമുക്ക് വേണ്ടതെല്ലാം നൽകിയത് ഋഷി പരമ്പരയാണ്. അതുകൊണ്ട് 1893 സെപ്റ്റംബർ 11 വിശ്വവിഖ്യാതമായ അമേരിക്കയിലെ ചിക്കാഗോയിലെ ലോക മതമഹാസമ്മേളനത്തിൽ 3 മിനിറ്റ് കൊണ്ട് ആ സദസ്സിനെ മൊത്തം കയ്യിലെടുക്കും. ആര്? വിവേകാനന്ദ സ്വാമി. അമേരിക്കയിലെ സൗന്ദര്യ സൗന്ദര്യന്മാരെന്ന് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, അതിപ്പോ ആർക്കും പറഞ്ഞൂടെ? അതുകൊണ്ടാണോ? അല്ല. ചില ആളുകൾ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല. അത് മറ്റൊരാളെ പറഞ്ഞാൽ അവൻ വിവേകാനന്ദനെ പോലെ ആവില്ല. അദ്ദേഹം 3 നന്ദികൾ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങളിൽ പെടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക്. ഈ 3 നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പം അതേ സന്യാസി ആലോചിച്ചു. ഋഷി പരമ്പര നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചൊന്നു. ഇതാണ് 2ാമത്തെ ഹിന്ദു, വിശ്വാസിയായ ഹിന്ദു ഈ തിരിച്ചറിവിലേക്ക് വരണം. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് തന്നൊരു ഋഷി പരമ്പരയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അമ്പലത്തിൽ പോകുന്നതിനാ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പഞ്ചഭൂതങ്ങൾ കൊണ്ട് എന്നെയും നിങ്ങളെയും ഈ പട്ടിയെയും പൂച്ചയും ഒക്കെ ഉണ്ടാക്കിയിരിക്കും. പക്ഷെ ഈ പഞ്ചഭൂതങ്ങളെ മനുഷ്യനറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ആകാശം ശബ്ദം ചെവി, വായു സ്പർശം ത്വക്ക്, അഗ്നി കാഴ്ച കണ്ണ്, ജലം രസം നാവ്, ഭൂമി ഗന്ധം മൂക്ക്. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചരസങ്ങളും പഞ്ചഭൂതങ്ങളും ഒന്നിക്കുന്ന ഒരൊറ്റ സ്ഥലേ ഭൂമിയിലുള്ളൂ. അതാണ് ക്ഷേത്രം. നിങ്ങൾ രാവിലെ അന്നപ്രദേശിലെ കാണാൻ വന്നു. ശ്രീകോവിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് നിങ്ങൾ കണ്ണു തുറന്നാൽ
നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ വിളങ്ങി നിൽക്കുന്ന ദേവിയെ കണ്ടു. കണ്ണിനിട്ട് നല്ല കാഴ്ച കിട്ടി. ഈ നിലവിളക്കിലേക്ക് എത്ര മണിക്കൂർ നോക്കാം, അതിനേക്കാൾ എത്രയോ ലൈറ്റ് ഉണ്ട്, അങ്ങോട്ട് നോക്കാനും പറ്റുന്നില്ല. നിലവിളക്കിന്റെ പ്രകാശത്തിലേക്ക് എത്ര മണിക്കൂറുകൾ നോക്കിക്കാം, കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഈ നിലവിളക്ക്. പക്ഷെ കഥകളി എന്ന വിളക്കെണ്ണ മേടിച്ചൊഴിക്കുന്നു. വെള്ളാട്ടിയാൽ എണ്ണ, തേങ്ങാട്ടിയാൽ വെളിച്ചെണ്ണ, കടലാട്ടിയാൽ കടലെണ്ണ, ഈ വിളക്കാട്ടിയാൽ വിളക്കെണ്ണ കിട്ടുമോ? ബീഫ് വരട്ടെ എണ്ണ കണ്ടായിട്ട് കൊണ്ടുപോയി ശുദ്ധീകരിച്ച് അതിന് ഈ കളറും കൊടുത്ത് അതിൽ രണ്ടിന്റെ എസൻസും ആക്കി ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കാൻ വേണ്ടി തീവ്രവാദികൾ ഉണ്ടാകുന്നതാണ് കഥകളി ദീപം പോലുള്ള എണ്ണകൾ. എന്റെ പ്രിയമുള്ള ഹിന്ദുക്കളെ വാങ്ങരുത്, ഉറപ്പായിട്ട് വാങ്ങരുത്. മറ്റൊരു ആർജിവാണ്. ഞാൻ ആദ്യം എഴുതുന്നത് കേട്ടോ, നല്ലതാണ്. സനാതന ധർമ്മികളുടെ അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒന്നാമത്തെ കണ്ണിന് ഏറ്റവും നല്ല കാഴ്ച കിട്ടി. ചെവിക്ക് മണിയുടെ മുഴക്കം, മന്ത്രത്തിന്റെ ഉച്ചാരണം, ഇടയ്ക്കിട ചെവിക്ക് ഏറ്റവും നല്ല കേൾവി കിട്ടി. ഈ എള്ളും നെയ്യും നാളീകേരവും അഗ്നിക്ക് സമർപ്പിക്കുന്നതാണ് മിക്കവാറും ഗണപതി ഹോമത്തിൽ ചെയ്യുന്നത്. എള്ളും നെയ്യും നാളീകേരവും അഗ്നിയിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പൈറസീൻ എന്ന വാദം പുറത്തു വരും. ഏറ്റവും നല്ല മണം കിട്ടി. നെറ്റിയിൽ തൊടാൻ കളവും ചന്ദ്രൻ കിട്ടാൻ തമ്മിലുണ്ടാവില്ലല്ലോ. ഒരു തുളസി കഴിഞ്ഞിട്ടും സോഫ്റ്റ് സ്കിൻ ഇവിടെയാണ്, ഏറ്റവും സോഫ്റ്റ് ആയ സ്കിൻ ഇവിടെയാണ്, അവിടെ വെച്ചു നെറ്റിയിൽ തൊട്ടു. സ്കിന്നിന് ഏറ്റവും നല്ലത് കിട്ടി. ഉള്ളിൽ കുടിക്കുവാൻ തുളസി തീർത്ഥം കിട്ടി. നാവിന് ഏറ്റവും നല്ലത്. 5 മിനിറ്റ് അന്തരിക്കൽ വഴി പഞ്ചേന്ദ്രിയങ്ങൾ മോസ്റ്റ് പവർഫുൾ അവസ്ഥയിൽ ആക്ടിവേറ്റ് ചെയ്തു. ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്തു നമ്മുടെ ആചാര്യന്മാർ. രാവിലെ വന്നു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ വരില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശാസ്ത്രം വന്നു. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ കുളി നിർബന്ധമാണ്. രാവിലത്തെ കുളിയുടെ റിസൾട്ട് വളരെ വലുതാണ്. 6 മണിക്കൂർ 7 മണിക്കൂർ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എന്തൊക്കെയാ? നമ്മുടെ കണ്ണിന്റെ ഇവിടെ ഒക്കെ രാവിലെ എഴുന്നേറ്റാൽ പലതും ഉണ്ടാകും. നമ്മൾ കഴുകി വൃത്തിയാക്കും, വായ ബ്രഷ്, ശൗചാലയത്തിൽ പോകും. പക്ഷെ രക്തത്തിലെ മാലിന്യങ്ങൾ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത്? രോമകൂപങ്ങളിലൂടെ. അവിടെ ഏത് സുന്ദരി രാവിലെ നക്കി ഉപ്പ് രസമായിരുന്നു. വേണമെങ്കിൽ നാളെ ചെയ്തു കേട്ടോ. അത് കഴുകി വൃത്തിയാക്കലാണ് കുളി എന്ന് പറയുന്നത്. കുളി എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല, അത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. രാവിലെ കുളിക്കാൻ അമ്പലത്തിൽ വരും.